ദില്ലിയിലും ചില കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട്. ദില്ലിയിൽ സംഭവിക്കുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ AICC സെക്രട്ടറി സ്ഥാനം ആവശ്യപ്പെട്ട് ആന്റണി MP KC വേണുഗോപാലുമായി ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിച്ചു. PC വിശ്വനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആയതോടെ ഒഴിവ് വന്ന പദവിയിൽ നിയമിക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയുടെ പേര് നേരത്തെ ഉയർന്നു കേട്ടതാണ്. എന്നാൽ അതിനുശേഷം ആന്റണിയിൽ നിന്ന് പിന്നീട് സണ്ണി ജോസഫിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ PC വിശ്വനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആയപ്പോൾ ഒഴിവ് വന്ന AICC സെക്രട്ടറി സ്ഥാനത്ത് ആണോ ഇപ്പോൾ ആന്റണി ആവശ്യപ്പെട്ടിരിക്കുന്നത്? അനുകൂല നിലപാടാണോ ഹൈക്കമാൻഡിന്റേതും KCയുടെയും? ഉറപ്പായും അരുൺകുമാർ, വളരെ നിർണായകമായ ഒരു ചർച്ചയാണ് ഇത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാനിപ്പോൾ KC വേണുഗോപാലിന്റെ ഔദ്യോഗിക വസതിയിൽ ദില്ലിയിലാണുള്ളത്. ദില്ലിയിൽ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ അരമണിക്കൂറിലേറെയായി ആന്റണിയുമായി ചർച്ച നടത്തുകയാണ് KC വേണുഗോപാൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണെന്നാണ് മനസ്സിലാകുന്നത്. ഈ പ്രത്യേകിച്ച് KPCC അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആന്റണിയെ ഒഴിവാക്കിയിരുന്നു. പലതരം സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഈ ഒഴിവാക്കൽ എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിൽ വന്ന വാർത്ത. അപ്പോൾ തന്നെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു ആന്റണി MP. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത AICC സെക്രട്ടറി സ്ഥാനം ആന്റണി MP ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ആവശ്യപ്പെടും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നത്. PC വിഷ്ണുനാഥ് നേരത്തെ AICC സെക്രട്ടറി ആയിരുന്നു. PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആയതോടെ ഒഴിവ് വന്ന പദവിയിൽ തന്നെ നിയമിക്കണം എന്ന ആവശ്യമാണ് ഉള്ളത്. KPCC അധ്യക്ഷ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിൽ AICC സെക്രട്ടറി സ്ഥാനം വേണമെന്ന ആവശ്യം അംഗീകരിച്ചേക്കും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആന്റണിയുടെ വാഹനമാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ രൂപത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. ആന്റണി അവസാന ഘട്ടം വരെ സണ്ണി ജോസഫ് ആന്റണി ആരാകും KPCC അധ്യക്ഷൻ എന്നതായിരുന്നു അവസാനം വരെ കേട്ടുകൊണ്ടിരുന്ന ചർച്ചയും പേരുകളും. അതിൽ നിന്നാണ് സണ്ണി ജോസഫിലേക്ക് ഒറ്റപ്പേരിലേക്ക് AICC എത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അനുനയ നീക്കം ആന്റണി അതിനുശേഷം വലിയ അതൃപ്തിയിലായിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. തന്നെ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കി എന്നൊരു അമർഷവും നീരസവും ആന്റണി MPക്ക് ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു അനുനയ ചർച്ച ഇപ്പോൾ KC വേണുഗോപാലിന്റെ ദില്ലിയിലെ വസതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ തത്സമയം ദൃശ്യങ്ങളിലും കാണുന്നത്. അരമണിക്കൂറിലേറെയായി ഇപ്പോൾ പുറത്തേക്ക് ആന്റണി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അരമണിക്കൂറിലേറെയായി ആന്റണിയും KC വേണുഗോപാലും തമ്മിലുള്ള ചർച്ച നടക്കുകയാണ്. AICC സെക്രട്ടറി സ്ഥാനം നൽകുന്നതിൽ AICCക്ക് അനുകൂല നിലപാടാണ്, ഹൈക്കമാൻഡിന് അനുകൂല നിലപാടാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് PC വിഷ്ണുനാഥ് നേരത്തെ വഹിച്ചിരുന്ന സ്ഥാനമാണ് AICC സെക്രട്ടറി എന്നുള്ളത്. വർക്കിംഗ് പ്രസിഡന്റ് ആകുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒഴിവ് വരുന്നൊരു സ്ഥാനം അത് ആന്റണിക്ക് നൽകുന്നതിൽ ഒരു എതിർപ്പും ഹൈക്കമാൻഡിന് കാണുന്നില്ല. ഏതായാലും ആന്റണി പുറത്തേക്ക് വരുമ്പോൾ പ്രതികരണം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ KC വേണുഗോപാലിന്റെ ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ചർച്ചകളാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള ഇപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സെക്രട്ടറി സ്ഥാനം ആന്റണിക്ക് കൊടുക്കുന്നതിൽ ഹൈക്കമാൻഡിന് എതിർപ്പില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ? കാരണം സഭയുടെയൊക്കെ പിന്തുണയും സഭയുടെയൊക്കെ താല്പര്യവും ആന്റണിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ആന്റണിയെ പിണക്കാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. സ്വാഭാവികമായും ന്യായമായ ആവശ്യമാണ് എന്നുള്ളതാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. ഇപ്പോൾ കാണാം KC വേണുഗോപാലിന്റെ ഈ വസതിയിലാണ് ചർച്ച നടക്കുന്നത്. വിജിലൻസിലെ കണ്ണൻ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചാൽ അല്പസമയത്തിനകം ആന്റണി പുറത്തേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിയിൽ സ്വാഭാവികമായും ഒരു ന്യായമായ ആവശ്യമായി തന്നെ ഹൈക്കമാൻഡ് അത് പരിഗണിക്കും എന്നതാണ് ആന്റണിയും കരുതുന്നത്. അരമണിക്കൂറിലേറെയായി ഇപ്പോൾ ആന്റണി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് അരുൺകുമാർ കാണാം. അരമണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ആന്റണി ദില്ലിയിലെ KC വേണുഗോപാലിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും പ്രചരണവും ഒക്കെ നടക്കുമ്പോൾ ആന്റണി ദില്ലിയിലെത്തി KC വേണുഗോപാലുമായി ചർച്ച നടത്തുകയാണ്. തന്നെ അവസാന ഘട്ടത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന തന്നെ ഒഴിവാക്കിയത്. അതിൽ വലിയ എതിർപ്പും അതൃപ്തിയും അമർഷവും ആന്റണിക്ക് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ AICC സെക്രട്ടറി സ്ഥാനം ഒഴിവ് വന്നപ്പോൾ PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റായി മാറിയപ്പോൾ ഒഴിവ് വന്ന സ്ഥാനം തനിക്ക് നൽകണം എന്നുള്ള ആവശ്യവുമായി ആണ് ഇപ്പോൾ KC വേണുഗോപാലുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ആന്റണി MP. ഇപ്പോൾ ആന്റണി പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു പ്രതികരണവും തേടാം. കയറിപ്പോയപ്പോൾ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ആന്റണി തയ്യാറായിരുന്നില്ല.
ഏതായാലും വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കവും നിർണായക ചർച്ചകളുമാണ് ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിക്കുന്നത്. അരുൺ, ഓക്കെ, നമുക്ക് കാത്തിരിക്കേണ്ടത് ആന്റോ ആന്റണി പ്രതികരിക്കുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായും പ്രതികരിക്കാനുള്ള സാധ്യതയില്ല ഈ വിഷയത്തിൽ. കാര്യം അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിച്ച് ആ സാധ്യത നഷ്ടപ്പെടുത്താൻ ആന്റോ ആന്റണിയും ഒരുപക്ഷെ തയ്യാറായേക്കില്ല. KC വേണുഗോപാലിന്റെ വസതിയിൽ ഇന്ന് പുലർച്ചെ എത്തിയാണ് ആന്റോ ആന്റണി ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. PC വിശ്വനാഥ് വർക്കിംഗ് പ്രസിഡന്റായ സാഹചര്യത്തിൽ നിലവിൽ വർക്കിംഗ് സെക്രട്ടറി സ്ഥാനം AICC സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ AICC സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണം എന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത്. ഈ വിഷയത്തോട് അനുഭാവപൂർവമായൊരു നിലപാട് ഹൈക്കമാൻഡ് എടുക്കും എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. അത് ന്യായമാണ് എന്ന് ഹൈക്കമാൻഡ് കരുതുന്നു. KC വേണുഗോപാലുമായിട്ടായിരുന്നു ആന്റോ ആന്റണി MP-യുടെ സംസാരം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി വരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. എന്നാൽ അതിനുശേഷം അത് വളരെ പെട്ടെന്ന് സണ്ണി ജോസഫിലേക്ക് പോകുന്നു. സുധാകരന് കൂടി താല്പര്യമുള്ള നേതാവാണ് സണ്ണി ജോസഫ് എന്ന് പ്രേക്ഷകർക്കറിയാം. നിലവിലെ ഇക്വേഷൻസ് വെച്ചാണ് സണ്ണി ജോസഫിനെ തീരുമാനിച്ചത്. ആന്റോ ആന്റണി ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡിന് മുന്നിൽ AICC സെക്രട്ടറി സ്ഥാനം എന്ന ആവശ്യം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിനോട് എങ്ങനെയാണ് AICC പ്രതികരിക്കുക, എങ്ങനെയാണ് ഹൈക്കമാൻഡ് പ്രതികരിക്കുക എന്നത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വിലപേശുന്ന ഒരു നേതാവല്ല ആന്റോ ആന്റണി. ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിനെയോ ആരെയും കുറ്റം പറയാതെ തന്നെ ആ വാർത്ത വരുന്ന സമയത്ത് ആ വാർത്തയെ തള്ളുകയാണ് ആന്റോ ആന്റണി ചെയ്തത്. അപ്പം അതിലും ഹൈക്കമാൻഡിനെ ഇതുവരെയും ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആന്റോ ആന്റണി എന്നുള്ളതും വ്യക്തവുമാണ്. സോണിയാഗാന്ധിയുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ആന്റോ ആന്റണിക്ക്. ഇങ്ങനെ ചില അനുകൂല ഘടകങ്ങളുണ്ട് അല്ലേ ആദിൽ പാലോട് ആന്റോ ആന്റണിക്ക്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള ഒരു നേതാവ്, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് കേരളത്തിൽ നിന്നുള്ള ആന്റോ ആന്റണി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരിഗണന KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ആ രൂപത്തിൽ അവസാന ഘട്ടം വരെ, അവസാന നിമിഷം വരെ ആന്റോ ആന്റണി KPCC അധ്യക്ഷനാകും എന്നുള്ളതായിരുന്നു സാധ്യതകൾ പ്രവചിക്കപ്പെട്ടിരുന്നത്. ആന്റോ ആന്റണിയും സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. വളരെ ദീർഘമായൊരു പാർലമെന്ററി പരിചയമുണ്ട്, അനുഭവ പരിചയമുണ്ട്. ഒപ്പം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. അങ്ങനെ പലതരം പരിഗണനകൾ ഉള്ളത്, അത് പരിഗണിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. പക്ഷേ അവസാന സമയം അപ്രതീക്ഷിതമായിരുന്നു ജോസഫിലേക്ക് AICC ഹൈക്കമാൻഡ് എത്തിയത്. എന്നാൽ അപ്പോൾ തന്നെ വലിയ അതൃപ്തിയും നീരസവും ഉള്ളിലുണ്ടെങ്കിലും അത് നേതാക്കളോട് ഔദ്യോഗികമായൊക്കെ പ്രതികരിച്ചിട്ടെങ്കിലും